ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജ്യോതിസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി വറുത്തരച്ച മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ദേ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടിയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും ഒരല്പം എണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് ചെറുതായിട്ടൊന്നത് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണേ. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് തേങ്ങ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പൊടികൾ ഇടാൻ തുടങ്ങണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഈ 3 പൊടികളാണ് ഞാൻ ആകെ ചേർത്തിട്ടുള്ളത്. ഈ 3 പൊടികൾ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമാണ്. നമുക്ക് നന്നായിട്ട് വറുത്തിട്ട് ചൂടാറിയിട്ട് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് കറി വയ്ക്കുന്നതിൽ നോക്കിയാലോ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട സാധനങ്ങൾ: ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കൊച്ചുള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം ഇതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കണം. പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, പിന്നെ മിക്സിയിൽ അരപ്പ് ഒട്ടിയിരിക്കുമല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സാക്കി ഇതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സാക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ, ഞാനിവിടെ ചൂര ഉണ്ടല്ലോ, ചൂരയുടെ കുട്ടിച്ചൂര എന്ന് പറയുമല്ലോ, കുട്ടിച്ചൂരയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മീനും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടിത് വേവിച്ചെടുക്കണം. കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറിയുടെ കളർ മാറിയിട്ടുണ്ട്. വറുത്തരച്ച മീൻ കറി ആകുമ്പോഴത്തേക്കും ഈ കളർ നമുക്ക് കിട്ടും. അങ്ങനെ നന്നായിട്ടിത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഉപ്പും കൂടെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. അങ്ങനെ ഒരു 10-15 മിനിറ്റ് ഞാൻ വേവിച്ചു. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിൽ ഒഴിക്കാനായിട്ട് കടുക് പൊട്ടിക്കണം. ചട്ടി വച്ചു, എണ്ണ ഒഴിച്ചു, അതിൽ കടുക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കാം. കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഇതോടും കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച മീൻ കറി എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അടുത്ത വീഡിയോ വരെ ടാറ്റാ, ബൈ.